ഹായ് ഫ്രണ്ട്സ്, റൊമാൻസ് ഇൻ ദി ഹൗസിന്റെ അവസാനത്തെ എപ്പിസോഡാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് ജയുടെ മിറയുടെ അച്ഛന്മാർ തമ്മിൽ റോഡിൽ നിന്ന് വഴക്കുണ്ടാക്കുന്നതല്ലേ. അതിനുശേഷം മിറ ജിന്നിനെ വീടിനകത്തേക്ക് വലിച്ചു കൊണ്ടുപോയി സംസാരിച്ചു. നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നതെന്ന് മിറ ചോദിച്ചു. നിന്നെ കുറിച്ച് ഓർത്ത് വിഷമിച്ചിട്ടാണ് ഞാൻ വന്നതെന്ന് ജിൻ മറുപടി നൽകി. അതിന് നിങ്ങൾ എന്തിനാണ് സിഇയോട് വഴക്കുണ്ടാക്കിയത്? നിങ്ങൾ എന്താണ് ആ കമ്പനിയിൽ നിന്ന് എന്നെ പറഞ്ഞു പിടിപ്പിക്കാനുള്ള ഉദ്ദേശമാണോ എന്നൊക്കെ ചോദിച്ച് മിറ ജിന്നിനോട് ചൂടായി. ഞാൻ പിന്നെ എല്ലാം കുളവാക്കിയോ? സോറി എന്നൊക്കെ ജിൻ പറഞ്ഞു. കുഴപ്പമൊന്നുമില്ല, അതെനിക്കിഷ്ടപ്പെട്ടു. എനിക്ക് വേണ്ടി നിങ്ങൾ സംസാരിച്ചത് എനിക്കിഷ്ടപ്പെട്ടു. നിങ്ങൾ ഇവിടെ നിൽക്കുവാണെങ്കിൽ ഈ ബൾബ് ഒന്ന് മാറ്റി തരാമോ എന്ന് മിറ ചോദിച്ചു. അതെന്താ, ഞാൻ മാറ്റി തരാലോ, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ എല്ലാം ശരിയാക്കാമെന്ന് ജിൻ പറഞ്ഞു. ജിൻ അങ്ങനെയൊക്കെ മിറയുടെ അടുത്ത് കെയർ ചെയ്യുന്നത് മിറയ്ക്ക് ഒരുപാട് ഇഷ്ടമായി. ആ സീൻ കട്ട് ചെയ്ത് പിന്നെ നമ്മൾ കാണുന്നത് ജയനെയും സിഇഒനെയുമാണ്. ഞാൻ അവളോട് സോറി പറയാൻ വേണ്ടിയിട്ടാണ് പോയത്. സോറി പറഞ്ഞ് തിരിച്ചു പോകണമെന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. എന്നാൽ അയാളാണ് എല്ലാം കുളവാക്കിയത്. അയാൾക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ടായിരിക്കും നിന്റെ നേരെ കൈ ചൂണ്ടി സംസാരിക്കുന്നത്? അതെനിക്ക് എങ്ങനെ കണ്ടില്ല എന്ന് വിചാരിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പെരുമാറിയതെന്ന് സിഇഒ ജയനോട് പറഞ്ഞു. ജയ മറ്റൊന്നും പറയാതെ ഗുഡ് നൈറ്റ് പറഞ്ഞ് അവിടെ നിന്ന് പോയി. പിന്നീട് നമ്മൾ കാണുന്നത് മിറയും കൊളീഗ്സിനെയുമാണ്. മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയ സമയത്തായിരുന്നു അതേ കമ്പനിയിൽ ജോലി ചെയ്യുന്ന രണ്ട് വർക്കേഴ്സിനെ മിറ കാണുന്നത്. മിറയെ പാസ് ചെയ്തു പോയവർ മിറയുടെ കുറ്റങ്ങൾ പറയുന്നു. അവൾക്ക് എന്ത് ധൈര്യം ഉണ്ടായിട്ടായിരിക്കും സിഇഒന്റെ മകനെ തന്നെ സെഡ്യൂസ് ചെയ്യാൻ നോക്കിയത്? അവളിൽ നിന്ന് ഒരുപാടൊക്കെ പഠിക്കാനുണ്ട്. ഇത് വലിയൊരു ടാലന്റ് തന്നെയാണ്. അവൾ തല ഉയർത്തി നടക്കുന്നത് കണ്ടില്ലേ? അവൾക്കൊരു നാണക്കേടും ഇല്ല എന്നൊക്കെ അവർ അവിടെ ഇരുന്ന് സംസാരിച്ചു. മിറയും കൊളീഗ്സും അവരുടെ തൊട്ടുപുറകെ തന്നെ നിന്ന് ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. കുറച്ചു കഴിഞ്ഞാണ് മിറയൊക്കെ അവിടെ നിൽക്കുന്ന കാര്യം ഇവർ മനസ്സിലാക്കിയത്. മിറയുടെയൊക്കെ സ്റ്റോൾ പോലെ ഇവർക്കൊരു സ്റ്റോൾ ഉണ്ട്. അതിൽ അവരുടെ ഐറ്റം സാൻഡ്വിച്ച് ആണ്. നിങ്ങളുടെ സാൻഡ്വിച്ച് ഇല്ലേ, അത് ആർക്കും കഴിക്കാൻ പറ്റുന്നില്ല. അത് ഭയങ്കര ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങളുടെ ഒരു കൊളീഗ് എന്ന രീതിയിൽ എനിക്ക് നല്ല വിഷമമുണ്ട്. കാരണം കഴിഞ്ഞ ആഴ്ചത്തെ പോലെയും കഴിഞ്ഞ മാസത്തെ പോലെയും കഴിഞ്ഞ വർഷത്തെ പോലെയും നിങ്ങൾ തന്നെയാണ് സെയിൽസിൽ അവസാനം വരുന്നത് എന്ന് മിറ പറഞ്ഞു. കഴിഞ്ഞ മാസത്തെ ആയാലും കഴിഞ്ഞ വർഷത്തെ ആയാലും സെയിൽസിൽ ഫസ്റ്റ് ഇറക്കുന്നത് നമ്മുടെ മിറയാണെന്ന് മിറയുടെ ഫ്രണ്ട് പറഞ്ഞു. എന്നോട് ക്ഷമിക്കണം, എന്റെ ടീമുമായിട്ട് നിങ്ങളെ കമ്പയർ ചെയ്യാൻ പോലും സാധിക്കില്ല എന്ന് മിറ പറഞ്ഞു. ഞങ്ങൾക്ക് ഇതെല്ലാം സാധ്യമായത് ഞങ്ങൾക്കൊരു ടാലന്റ് ആയിട്ടുള്ള ഒരു ജൂനിയർ ഉള്ളത് കൊണ്ടാണെന്ന് മിറയുടെ സീനിയർ പറഞ്ഞു. ഞങ്ങളുടെ മിറ നല്ല രീതിയിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത്. അത് കണ്ടിട്ട് കുറെ ആൾക്കാർക്കൊക്കെ ജലസ് ആയിട്ടുണ്ട്. പലരും ഗോസിപ്പും പറയുന്നുണ്ട്. അവരൊക്കെ അവിടെ കിടന്ന് പറയട്ടെ. ഹാർഡ് വർക്ക് ചെയ്യുന്നതിന് പകരം അവരിങ്ങനെ ഗോസിപ്പ് അടിച്ച് നടക്കുകയേ ചെയ്യുള്ളൂ എന്നൊക്കെ മിറയുടെ ഫ്രണ്ട് പറഞ്ഞു. എനിക്ക് വളരെ സന്തോഷമുണ്ട്, നിങ്ങൾ അങ്ങനെയുള്ളവരൊന്നും അല്ലല്ലോ എന്ന് മിറ അവരെ കളിയാക്കി അവിടെ നിന്ന് പോയി. പിന്നീട് നമ്മൾ കാണുന്നത് ഒരു വോക്കിനൊക്കെ പോയിട്ട് തിരിച്ചു വരുന്ന ജിന്നിനെയും മിറയുടെ അമ്മയുമാണ്. ആ സമയത്താണ് വില്ലയിൽ താമസിക്കുന്നവർ ജിന്നിന്റെയും മിറയുടെ അമ്മയുടെ ഗോസിപ്പ് പറയുന്നത് അവർ കേൾക്കുന്നത്. മിറയുടെ അമ്മ ജിന്നിന്റെ അടുത്തേക്ക് തിരിച്ചു പോവോ? ജിൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ടും ജിൻ തിരിച്ച് അവന്റെ ഫാമിലിയിലേക്ക് തന്നെയാണ് പോയത്. അതെന്തായാലും മിറയുടെ അമ്മ കാണാതിരിക്കില്ല, അവരെന്തായാലും ഒന്നിക്കൂന്നൊക്കെ അവർ അവിടെ നിന്ന് പറയുന്നു. ഇതെല്ലാം മിറയുടെ അമ്മയും ജിന്നും കേട്ടിരുന്നു. അപ്പാർട്ട്മെന്റിൽ എത്തിയവർ അതിനെക്കുറിച്ച് സംസാരിക്കുന്നു. അവരങ്ങനെയൊക്കെ പറഞ്ഞതിന് നീ വിഷമിക്കണ്ട എന്ന് ജിൻ പറഞ്ഞു. നിങ്ങൾ എങ്ങനെയാണ് ചിന്തിക്കുന്നതെന്ന് മിറയുടെ അമ്മ ജിന്നിനോട് തിരക്കി. നിങ്ങളുടെ കൂടെ താമസിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കള്ളമായി പോവും. ഞാൻ തിരിച്ചു വന്നത് തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ എല്ലാ കാര്യത്തിനും ഞാൻ കൂടെ കാണണം. പക്ഷെ നീ ഒരിക്കലും പേടിക്കേണ്ട, ഞാൻ നിന്നെ പ്രഷർ ചെയ്യില്ല എന്ന് ജിൻ മിറയുടെ അമ്മയോട് പറഞ്ഞു. പിന്നീട് നമ്മൾ കാണുന്നത് ടാക്സ് അക്കൗണ്ടന്റിനെയാണ്. റെസ്റ്റോറന്റിന്റെ മുന്നിൽ കൂടെ പോയപ്പോൾ ടാക്സ് അക്കൗണ്ടന്റ് സുന്ദരി ആന്റിയെ കുറിച്ച് ആലോചിച്ചു. അപ്പോൾ തന്നെ സുന്ദരി ആന്റി ടാക്സ് അക്കൗണ്ടന്റിനെ വിളിച്ചു. ഇവിടെ എങ്ങാനും നിന്നിട്ടാണ് സുന്ദരി ആന്റി വിളിക്കുന്നതെന്നറിയാൻ ടാക്സ് അക്കൗണ്ടന്റ് ചുറ്റും നോക്കി. നിങ്ങൾ ഫ്രീ ആണെങ്കിൽ ഒന്ന് കടയിലേക്ക് വരാമോ എന്ന് തിരക്കി. അങ്ങനെ സുന്ദരി ആന്റിയുടെ ഷോപ്പിലേക്ക് ടാക്സ് അക്കൗണ്ടന്റ് എത്തി. രാത്രിയിൽ എന്താ പ്ലാൻ എന്ന് സുന്ദരി ആന്റി ടാക്സ് അക്കൗണ്ടന്റിനോട് തിരക്കി. വീട്ടിൽ പോകണമെന്ന് ടാക്സ് അക്കൗണ്ടന്റ് മറുപടി നൽകി. വീട്ടിൽ പോയിട്ട് എന്താണ് ചെയ്യുന്നതെന്ന് സുന്ദരി ആന്റി ചോദിച്ചു. എന്ത് ചെയ്യാൻ, കിടന്നുറങ്ങുമെന്ന് ടാക്സ് അക്കൗണ്ടന്റ് മറുപടി നൽകി. ടാക്സ് അക്കൗണ്ടന്റ് അങ്ങനെ പറഞ്ഞതുകൊണ്ട് സുന്ദരി ആന്റിക്ക് വിഷമമായി. ഞാൻ എന്തെങ്കിലും മോശമായി സംസാരിച്ചോ? ഞാൻ നിന്റെ ഫീലിംഗ്സിലെ ഹേർട്ട് ചെയ്തോ എന്ന് ടാക്സ് അക്കൗണ്ടന്റ് സുന്ദരി ആന്റിയോട് തിരക്കി. ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഫീലിംഗ്സിന് ഹേർട്ട് ആവാനും മാത്രം നമ്മുടെ ഇടയിൽ ഒന്നുമില്ലല്ലോ എന്ന് സുന്ദരി ആന്റി പറഞ്ഞു. പെട്ടെന്ന് തന്നെ ടാക്സ് അക്കൗണ്ടന്റ് എണീച്ചു നിന്ന് സുന്ദരി ആന്റിയുടെ മുന്നിൽ കൺഫെഷൻ ചെയ്യാൻ തുടങ്ങി. എനിക്ക് നിന്നിൽ ഇൻട്രസ്റ്റ് ഉണ്ട്, പക്ഷെ എനിക്കൊരു ഫസ്റ്റ് മൂവ് ചെയ്യാൻ സാധിക്കില്ല. ഞാനൊരു ഡൈവോഴ്സ് ചെയ്ത വ്യക്തിയാണ്. എനിക്ക് സ്വന്തമായ ഒരു വീടോ പൈസയോ ഒന്നുമില്ല. ഞാൻ താമസിക്കുന്നത് തന്നെ എന്റെ ഓഫീസിലാണ് എന്നൊക്കെ ടാക്സ് അക്കൗണ്ടന്റ് സുന്ദരി ആന്റിയോട് പറഞ്ഞു. ഇപ്പോഴേ ഞാൻ വിവാഹം കഴിക്കുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നില്ല, പകരം നമുക്ക് ഡേറ്റ് ചെയ്താലോ എന്ന് സുന്ദരി ആന്റി ടാക്സ് അക്കൗണ്ടന്റിനോട് തിരക്കി. ടാക്സ് അക്കൗണ്ടന്റ് അതിന് സമ്മതിച്ചു. അങ്ങനെ ഇപ്പോ അവർ ഒന്നിച്ചിരിക്കുകയാണ്. പിന്നീട് നമ്മൾ കാണുന്നത് മിറയുടെ അമ്മയെയാണ്. രാവിലെ തന്നെ മിറ അമ്മയെ വിളിച്ച് സംസാരിക്കുന്നു. ഇന്ന് നമ്മൾ ജോലിക്ക് പോകുന്നില്ല, പകരം മറ്റൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. തയ്യാറായി നിൽക്കണമെന്ന് മിറ അമ്മയോട് പറഞ്ഞു. മിറ അമ്മയെ കൊണ്ടുപോയത് സ്കിൻ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടായിരുന്നു. അമ്മ ഒരു മോഡൽ ആവാൻ പോവല്ലേ,
ടിവിയിലൊക്കെ നല്ല രീതിയിൽ കാണണമെങ്കിൽ കുറച്ചൊക്കെ ട്രീറ്റ്മെന്റ് എടുക്കണമെന്നും പറഞ്ഞ് മിറ അമ്മയെ നിർബന്ധിച്ചാണ് ട്രീറ്റ്മെന്റിന് എത്തിച്ചത്. അവിടെ നിന്നിറങ്ങിയ മിറയും അമ്മയും ഒരു കഫേയിലേക്കാണ് ചെന്നത്. അവര് രണ്ടുപേരും അവിടെ ഇരുന്ന് സംസാരിച്ചു. ഒറ്റയ്ക്ക് താമസിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് മിറയുടെ അമ്മ മിറയോട് തിരക്കി. ഞാൻ ഒറ്റയ്ക്കായിരിക്കും, പക്ഷെ എനിക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടെന്ന് മിറ പറഞ്ഞു. നിന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതിന് ഇപ്പൊ എനിക്ക് സന്തോഷമുണ്ടെന്ന് മിറയുടെ അമ്മ പറഞ്ഞു ചിരിക്കുന്നു. അമ്മയും വീട്ടിൽ ഒറ്റയ്ക്കല്ലേ എന്ന് മിറ തിരക്കി. അച്ഛനും അമ്മയും ഒരുമിച്ചാണോ താമസിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു മിറ അമ്മയോട് അങ്ങനെ ചോദിച്ചത്. ഞാനിപ്പോൾ കംഫോർട്ടാണെന്ന് മിറയുടെ അമ്മ മറുപടി നൽകി. നിങ്ങൾ ഇനി ഒരുമിച്ച് താമസിച്ചാലും ഞാൻ നിങ്ങളെ എതിർക്കില്ല. എന്നെ കുറിച്ചോർത്ത് അമ്മ പേടിക്കണ്ട. മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും അതൊന്നും അമ്മ ചെവിക്കൊള്ളണ്ട. അമ്മയ്ക്ക് എന്താണോ ചെയ്യാൻ തോന്നുന്നത് അത് അമ്മ ചെയ്യണം. എന്നും അമ്മ സന്തോഷത്തോടെ ഇരുന്നാ മതി. അമ്മയ്ക്ക് എന്ത് ഡിസിഷൻ വേണേലും എടുക്കാമെന്ന് മിറ അമ്മയോട് പറഞ്ഞു. അമ്മ അതെല്ലാം സന്തോഷത്തോടെ കേട്ടിരുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ജയുടെ കരാട്ടെ ക്ലാസ്സിലേക്ക് എത്തിയിരിക്കുന്ന ജിന്നിനെയാണ്. നിന്റെ അച്ഛൻ നിന്നെ കുറിച്ച് ഇത്രയ്ക്കും പ്രൗഡായത് വെറുതെ അല്ല എന്ന് ജിൻ ജയനോട് പറഞ്ഞു. കഴിഞ്ഞ രാത്രിയിൽ സംഭവിച്ചതിന് എന്റെ അച്ഛന് പകരമായി ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്ന് ജയ പറഞ്ഞു. എന്റെയും സോറി സിഇഒനോട് പറയണമെന്ന് ജിൻ പറഞ്ഞു. മക്കളുടെ കാര്യം വരുമ്പോൾ ഇങ്ങനെയായിരിക്കും അച്ഛന്മാരെന്നൊക്കെ ജിൻ പറഞ്ഞു. കുട്ടികളെയൊക്കെ പഠിപ്പിക്കാൻ പാടാണോ എന്ന് ജിൻ ജയനോട് തിരക്കി. ഇല്ല, അത്രയ്ക്ക് പാടില്ല. കുട്ടികൾ അവരുടെ മാക്സിമം എഫേർട്ട് എടുക്കുന്നുണ്ടെന്ന് ജയ മറുപടി നൽകി. ഇതൊക്കെ വിട്ടിട്ട് പിന്നെന്തിനാണ് കമ്പനിയിൽ ജോയിൻ ചെയ്തത്? കമ്പനി ഏറ്റെടുത്ത് നടത്താനാണോ എന്ന് ജിൻ തിരക്കി. ഒരിക്കലും അല്ല. എന്റെ അച്ഛന് ഞാൻ സെറ്റിലായി കാണണമെന്ന് ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് ഞാനൊരു ഇന്റേൺഷിപ്പ് ചെയ്തതാണ്. പിന്നീട് നമ്മൾ കാണുന്നത് ഓഫീസിന്റെ അടുത്തുള്ള ഒരു ലോക്കൽ ഷോപ്പിൽ വന്ന് ഡ്രിങ്ക്സ് അടിക്കുന്ന ജയനെയും സിഇഒനെയുമാണ്. എന്തിനാണ് താങ്കൾ എന്റെ അച്ഛനാവാൻ തീരുമാനിച്ചത് എന്ന് ജെ സിഇഒനോട് ചോദിച്ചു. കാരണം നിന്നെ കാണാൻ എന്നെ പോലെ തന്നെ ആയിരുന്നു എന്ന് സിഇഒ തമാശയ്ക്ക് പറഞ്ഞു. ആദ്യം ഒരു റെസ്പോൺസിബിലിറ്റിയുടെ പുറത്തായിരുന്നു. പിന്നീട് നീ വളർന്നു കഴിഞ്ഞപ്പോൾ നീ എന്നെ അച്ഛാന്നായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്ത് നിന്റെ മുഖത്തൊരു ചിരി ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അറിയാതെ തന്നെ ഞാൻ നിന്റെ അച്ഛനായി മാറി എന്ന് സിഇഒ ജയനോട് പറഞ്ഞു. എന്തിനാണ് മിറയുടെ അച്ഛനോട് എനിക്ക് കിട്ടിയ മെഡലിനെ കുറിച്ചൊക്കെ പറഞ്ഞത്? എനിക്കതൊക്കെ വിയേർഡായിട്ടാണ് തോന്നിയത്. നിങ്ങളെപ്പോലെ ഒരു അച്ഛനെ കിട്ടിയതിൽ ഞാനിപ്പോൾ സന്തോഷിക്കുന്നു എന്ന് ജെ സിഇഒനോട് പറഞ്ഞു. രണ്ടുപേരും ആകെ ഇമോഷണൽ ആയിരുന്നു. ഇന്റേൺഷിപ്പ് കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്റെ പഴയ ജോലിയിലേക്ക് മടങ്ങി പോവും. സത്യം പറഞ്ഞ ഞാൻ എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ ഒരുപാട് ഫണ്ണാണ് അവിടെ. പക്ഷെ അതെന്റെ സ്ഥലമല്ല എന്ന് ജെ സിഇഒനോട് പറഞ്ഞു. ശരി, പക്ഷെ നീ എനിക്ക് തന്ന പ്രോമിസ് മാത്രം മറക്കരുത്. അതൊന്നും നിന്റെ മനസ്സിൽ വേണമെന്ന് സിഇഒ പറഞ്ഞു. ജെ അതിനെല്ലാം സമ്മതിച്ചു. അവർ രണ്ടുപേരും സന്തോഷത്തോടെ ഇരുന്ന് ഡ്രിങ്ക്സ് അടിച്ചു. അവരുടെ ഇടയിലുള്ള പ്രശ്നങ്ങളും അവർ എല്ലാം പറഞ്ഞു തീർത്തു. പിന്നീട് നമ്മൾ കാണുന്നത് വീട്ടിലേക്ക് എത്തിയിരിക്കുന്ന ജിന്നിനെയാണ്. ജിൻ വരുന്നത് കണ്ടപാടെ മിറയുടെ സഹോദരൻ റൂമിലേക്ക് പോകാൻ ശ്രമിച്ചു. എന്നാൽ ജിൻ തടഞ്ഞു നിർത്തി മിറയുടെ സഹോദരനോട് സംസാരിച്ചു. നീ ഇങ്ങനെ തന്നെ എന്നെ അവോയ്ഡ് ചെയ്യാനാണോ പ്ലാൻ എന്ന് ജിൻ തിരക്കി. ഞാൻ അച്ഛനോട് പറഞ്ഞതല്ലേ ബിസിനസിനെ കുറിച്ച് ഇനി ഒന്നും സംസാരിക്കില്ല എന്ന് മിറയുടെ സഹോദരൻ പറഞ്ഞു. നിന്റെ പഠിത്ത കാര്യമാണ് എനിക്ക് അറിയേണ്ടത്. അടുത്ത ആഴ്ച തന്നെ നീ ജോയിൻ ചെയ്യില്ലേ എന്ന് ജിൻ തിരക്കി. എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. എന്ത് ചെയ്യണമെന്ന് ആരും പറയണ്ട എന്ന് മിറയുടെ സഹോദരൻ പറഞ്ഞു. നമ്മൾ ഒരുമിച്ചാണ് താമസിക്കുന്നത്. എന്നിട്ടും എന്താ നിനക്ക് എന്നോട് പറയാൻ പറ്റില്ലേ? ഞാൻ നിന്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇപ്പൊ നിനക്കത് കുറച്ച് ബുദ്ധിമുട്ടായി തോന്നിയേക്കാം. നിനക്കതിപ്പോഴെന്തായാലും മനസ്സിലാവില്ല. പക്ഷെ ഫ്യൂച്ചറിൽ ഉറപ്പായിട്ടും നിനക്ക് എന്നെ മനസ്സിലാവും എന്ന് ജിൻ പറഞ്ഞു. അച്ഛനേലും എന്നെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചു, പക്ഷെ അച്ഛന് സാധിച്ചില്ല. ഫാമിലി എന്താണോ പറയുന്നത് അത് തന്നെ ഞാൻ ചെയ്തോളാം എന്നും പറഞ്ഞ് മിറയുടെ സഹോദരൻ റൂമിലേക്ക് പോയി. മിറയുടെ സഹോദരൻ അച്ഛന്റെ അപ്പാർട്ട്മെന്റിൽ നിന്ന് ഇറങ്ങി അമ്മയുടെ അടുത്തേക്ക് പോയി. മിറയുടെ സഹോദരൻ വീട്ടിലില്ല എന്നുള്ള കാര്യം അടുത്ത ദിവസമാണ് ജിൻ അറിയുന്നത്. ജിൻ മിറയുടെ സഹോദരന് കൊടുത്ത ക്രെഡിറ്റ് കാർഡും ലാപ്ടോപ്പും വാച്ചും എല്ലാം അവൻ അവിടെ ഉപേക്ഷിച്ചിട്ടാണ് അവിടെ നിന്നിറങ്ങിയത്. അങ്ങനെ ജിൻ പെട്ടെന്ന് തന്നെ മിറയുടെ അമ്മയോട് വന്ന് സംസാരിക്കുന്നു. ഞാൻ ഇന്നലെ അവനോട് കുറച്ച് കടുപ്പത്തിലാണ് സംസാരിച്ചത്. അവന്റെ ബിസിനസ് ഐഡിയ ഒന്നും ഞാൻ സപ്പോർട്ട് ചെയ്തില്ല. അതുകൊണ്ടായിരിക്കും അവൻ വീട്ടിൽ നിന്ന് പോയത് എന്നൊക്കെ ജിൻ മിറയുടെ അമ്മയോട് പറഞ്ഞു. അവൻ എവിടെയാണ് പോയതെന്ന് അറിയാതെ മിറയുടെ അമ്മയും ആകെപ്പാടെ ടെൻഷനായി നിന്നു. ആ സമയത്താണ് മിറ ഇങ്ങോട്ടേക്ക് വന്നത്. എന്താണ് സംഭവം എന്ന് മിറ തിരക്കി. അവരെല്ലാവരും അകത്തിരുന്ന് സംസാരിച്ചു. കാര്യങ്ങളെല്ലാം അവർ മിറയോട് പറഞ്ഞു. എനിക്ക് ഉറപ്പാണ് അവൻ അവന്റെ ഫ്രണ്ടിന്റെ വീട്ടിലേക്കായിരിക്കും പോയത്. 2-3 ദിവസം കഴിയുമ്പോഴത്തേക്ക് അവൻ മടങ്ങി വരും. നിങ്ങൾ ആരും അവനെ കുറിച്ച് ആലോചിച്ച് വിഷമിക്കണ്ട എന്ന് മിറ പറഞ്ഞു. അപ്പോഴാണ് അകത്ത് റൂമിൽ നിന്ന് മിറയുടെ സഹോദരൻ പുറത്തേക്ക് ഇറങ്ങിയത്. അവർ 3 പേരും മിറയുടെ സഹോദരനെ കണ്ടു ഞെട്ടി. നീ ഒരുപാട് ദൂരമൊന്നും പോയില്ലെന്ന് എനിക്കറിയായിരുന്നു, പക്ഷെ ഇത്രയ്ക്കടുത്താണെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്ന് മിറ പറഞ്ഞു. ഞാനില്ലാതെ നിങ്ങൾ എന്തിനാണ് എന്റെ ലൈഫ് തീരുമാനിക്കുന്നതെന്ന് മിറയുടെ സഹോദരൻ ചോദിച്ചു. കാരണം നീ അത്രയ്ക്ക് മെച്യൂർ അല്ല എന്ന് മിറ പറഞ്ഞു. നിങ്ങൾ എപ്പോഴെങ്കിലും ഞാൻ പറയുന്നത് സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. അച്ഛനും അമ്മയും ഡൈവോഴ്സായി, അതെന്റെ അടുത്ത് ആരും പറഞ്ഞില്ല. ബാങ്ക്രപ്റ്റ് ആയതുകൊണ്ട് എന്റെ അച്ഛൻ ഞങ്ങൾ ഉപേക്ഷിച്ച് പോയതാണ് എന്നും പറഞ്ഞ് എന്റെ പ്രായത്തിലുള്ള കുട്ടികൾ എന്നെ കളിയാക്കിയിരുന്നു. അതിന്റെ പേരിൽ ഞാൻ ഒരുപാട് ബുള്ളിങ് അനുഭവിച്ചിരുന്നു. ഞാൻ ഗ്രാജുവേറ്റ് ആവുന്നത് വരെ ഞാൻ ഈ ബുള്ളിങ് ഒക്കെ സഹിച്ചു എന്ന് മിറയുടെ സഹോദരൻ വിഷമത്തോടെ പറഞ്ഞു. എന്നിട്ട് നീ ഇതെന്താണ് ഞങ്ങളോട് പറയാതിരുന്നതെന്ന് മിറ തിരക്കി. ഇപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ കേട്ടിട്ട് ദേഷ്യം വരുന്നല്ലേ? പക്ഷെ ഒരു ദിവസം എന്റെ വീട് നഷ്ടമായി, സ്നാക്സ് ബാർ നഷ്ടമായി, അതിനേക്കാൾ ഉപരി എന്റെ അച്ഛനെ എനിക്ക് നഷ്ടമായി. എന്താണ് സംഭവം എന്ന് ആരും എന്റെ അടുത്ത് പറഞ്ഞില്ല. കാരണം ഞാനായിരുന്നു ഏറ്റവും ഇളയത്. എന്റെ അടുത്ത് പറഞ്ഞാലും എനിക്കൊന്നും മനസ്സിലാവില്ല
ആവില്ല എന്ന് നിങ്ങളെല്ലാം വിചാരിച്ചു. ഞാൻ എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നതെന്ന് നിങ്ങൾക്കാർക്കും മനസ്സിലാവില്ല. എന്റെ ലൈഫിലെ ഡിസിഷൻസും നിങ്ങൾ എടുക്കുന്നു. ഇതെനിക്ക് സഹിക്കാനാവുന്നില്ല എന്നും പറഞ്ഞ് മിറയുടെ സഹോദരൻ അവിടെ നിന്ന് ഇറങ്ങാൻ ശ്രമിച്ചു. എന്നാൽ മിറയുടെ അമ്മ അവനെ പിടിച്ചു നിർത്തി. നമുക്ക് രണ്ടുപേർക്കും സംസാരിക്കാമെന്ന് മിറയുടെ അമ്മ പറഞ്ഞു. അങ്ങനെ ജിന്നും മിറയും വീടിന്റെ പുറത്തേക്ക് ഇറങ്ങി. മിറയുടെ അമ്മയും സഹോദരനും ഇരുന്ന് സംസാരിച്ചു. നീ പെട്ടെന്നൊരു ദിവസം ഫ്രണ്ട്സിനെ കുറിച്ചൊക്കെ പറയാതായി. അത് ഞാൻ ശ്രദ്ധിക്കണമായിരുന്നു. എന്റെ ഭാഗത്തുനിന്ന് വന്ന മിസ്റ്റേക്ക് ആണ്. എന്നോട് നീ ക്ഷമിക്കണം. നിങ്ങളെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് ഞാൻ ചിന്തിച്ചിരുന്നുള്ളൂ. നിങ്ങൾ എങ്ങനെ ഫീൽ ചെയ്യുമെന്ന് ഞാൻ ചിന്തിച്ചതേയില്ല എന്നും പറഞ്ഞ് മിറയുടെ അമ്മ പിന്നെ അവനോട് സോറി പറഞ്ഞു. നീ ഉണ്ടാക്കിയ ആപ്പ് ഞാൻ കണ്ടിരുന്നു. അച്ഛൻ അതെന്നെ കാണിച്ചിരുന്നു. നീ അത് ശരിക്കും എനിക്ക് വേണ്ടിയിട്ടല്ലേ ഉണ്ടാക്കിയത്? ഞാൻ ട്രിപ്പിന് പോകുമ്പോൾ മെഡലിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടല്ലേ നീ അതുണ്ടാക്കിയത്? നീ അതിന്റെ പുറത്ത് ഒരുപാട് എഫോർട്ട് ഇട്ടിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. നിന്റെ അച്ഛൻ പാസ്റ്റിൽ ചെയ്ത മിസ്റ്റേക്ക് കൊണ്ടല്ല ഞങ്ങൾ ഇതിന് സമ്മതിക്കാത്തത്. നീ എന്തിനാണ് ബിസിനസ് നടത്തുന്നത്? അല്ലെങ്കിൽ നീ എന്താണ് എക്സൈറ്റഡ് ചെയ്യാൻ പോകുന്നത് എന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾക്ക് നിന്നെ കുറിച്ച് ഓർത്ത് ടെൻഷനുണ്ട്. അതുകൊണ്ടാണ് എല്ലാവരും നിന്നെ എതിർത്തത്. പക്ഷെ നീ നിന്റെ അച്ഛനെക്കാട്ടി ബെറ്റർ ആണെന്നൊക്കെ മിറയുടെ അമ്മ പറഞ്ഞു. സത്യമാണോ എന്ന് മിറയുടെ സഹോദരൻ തിരക്കി. അതെ എന്ന് അമ്മ പറഞ്ഞു. അപ്പോഴാണ് അവനൊന്ന് സമാധാനമായത്. നിന്റെ ഫീലിംഗ്സ് മനസ്സിലാക്കാൻ ഞങ്ങൾ ശ്രമിക്കാം. നിന്നെ നല്ല രീതിയിൽ തന്നെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും എന്നൊക്കെ മിറയുടെ അമ്മ പറഞ്ഞു. അവർ രണ്ടുപേരുടെ ഉള്ളിലുള്ള എല്ലാ പ്രശ്നങ്ങളും അവിടെ വെച്ച് തീരുകയായിരുന്നു. അങ്ങനെ മിറയുടെ അമ്മ പെട്ടെന്ന് കഥ തുറന്നപ്പോഴാണ് ജിന്നും മിറയും കൂടെ അകത്തുനിന്ന് പറയുന്നത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഡോറിൽ തന്നെ ചാരി നിന്നത് അമ്മ കണ്ടത്. നിങ്ങൾ ഇത് തന്നെ ചെയ്യുമെന്ന് എനിക്കറിയായിരുന്നു. നിങ്ങൾ അകത്തേക്ക് വരാനെന്നും പറഞ്ഞ് മിറയുടെ അമ്മ രണ്ടുപേരെയും അകത്തേക്ക് വിളിച്ചു. നിന്നെ വിശ്വസിക്കാതിരുന്നതിന് എന്നോട് ക്ഷമിക്കണമെന്ന് ജിൻ പറഞ്ഞു. അതേപോലെ ഞാനും നിന്നെ വിശ്വസിച്ചില്ല. നിന്റെ ചിന്തകൾ എന്താണെന്ന് ഞാനും തിരക്കിയില്ല. എന്നോട് ക്ഷമിക്കണമെന്ന് മിറയും പറഞ്ഞു. അങ്ങനെ അവരെല്ലാം ഹാപ്പിയായി. നമ്മുടെ ഇടയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് മിറയുടെ അമ്മ പറഞ്ഞു. അതുകൊണ്ട് മാസത്തിൽ ഒരിക്കലെങ്കിലും എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിച്ച് സംസാരിക്കണമെന്ന് മിറയുടെ അമ്മ പറഞ്ഞു. മൂന്നുപേരും അതിന് സമ്മതിച്ചു. പിന്നീട് നമ്മൾ കാണുന്നത് മിറയുടെ അമ്മയെയാണ്. മിറയുടെ അമ്മ ഒരുപാട് മോഡൽ ഷൂട്ടൊക്കെ ചെയ്തു. അമ്മ നന്നായി ചെയ്തത് കൊണ്ട് തന്നെ അമ്മയ്ക്ക് പിന്നെ ഓരോ ഷൂട്ട് വന്നിരുന്നു. അതിൽ നിന്ന് ലഭിച്ച പൈസയെല്ലാം അമ്മ അമ്മയ്ക്ക് വേണ്ടി ചെലവാക്കി. അമ്മയുടെ സന്തോഷം എന്താണോ അതൊക്കെ ചെയ്തു. ഇപ്പോൾ മിറയുടെ അമ്മ ഭയങ്കര ഹാപ്പിയാണ്. പക്ഷെ മിറയുടെ അമ്മയ്ക്ക് എന്തോ ഒന്ന് മിസ്സാണെന്ന് തോന്നി. അപ്പോൾ തന്നെ അമ്മ ജിന്നിന് കോൾ ചെയ്തു. എന്റെ കൂടെ ഒരു ട്രിപ്പിന് വരാമോ എന്ന് അമ്മ തിരക്കി. അങ്ങനെ അവർ രണ്ടുപേരും ട്രിപ്പിനായി ഒരു സ്ഥലത്തേക്ക് എത്തി. ആ സ്ഥലത്ത് തന്നെ അവർ സ്റ്റേയും ചെയ്തു. അവർ രണ്ടുപേരും മാത്രമായി അവർ കുറെ സമയം ചെലവാക്കി. പിന്നീട് നമ്മൾ കാണുന്നത് മിറയും കൊളീഗ്സിനെയുമാണ്. മിറ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന ഒരു പ്രൊമോഷനില്ലേ, അത് മിറയ്ക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നു. മിറ ഇനി മുതൽ അസിസ്റ്റന്റ് മാനേജർ ആയിരിക്കും. മിറ അതിന്റെ പേരിൽ ഭയങ്കര ഹാപ്പിയാണ്. മിറയും ജയും ഇപ്പോഴും ഡേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് മിറയുടെ സീനിയർ തിരക്കി. അതെ, ഞങ്ങൾ ഇപ്പോഴും ഡേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഇപ്പോഴും മാരേജ് ചെയ്യാൻ ഉദ്ദേശമില്ല എന്ന് മിറ പറഞ്ഞു. ജയ്ക്ക് എന്താ അതിൽ അഭിപ്രായം എന്ന് സീനിയർ തിരക്കി. ജയ്ക്കും അതിൽ ഓക്കെയാണെന്ന് മിറ പറഞ്ഞു. രണ്ടുപേർക്കും ബുദ്ധിയില്ല, അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് സീനിയർ പറഞ്ഞു. പിന്നീട് നമ്മൾ കാണുന്നത് ജയനെയും മിറയുമാണ്. തങ്ങൾ എപ്പോഴൊക്കെയാണ് ഡേറ്റ് ചെയ്യേണ്ടത്, എവിടൊക്കെ പോകണം, എന്തൊക്കെ ചെയ്യണം, ഏത് സമയത്തൊക്കെ ചെയ്യണം എന്നൊക്കെ ഒരു പ്ലാൻ ഇട്ട് ജയ്ക്ക് നൽകി. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. നമ്മൾ ചെയ്യാത്ത പല കാര്യങ്ങളും നമുക്ക് ഒരുമിച്ച് ചെയ്യണം. പക്ഷെ ഇതൊരു ടൈറ്റ് ഷെഡ്യൂൾ ആയി പോയോ എന്ന് മിറ തിരക്കി. നമ്മൾ എന്താ അടുത്ത വർഷം ബ്രേക്കപ്പ് ആവാൻ പോകുന്നു. എനിക്ക് നിന്റെ കൂടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഞാൻ ഇന്ന് നിന്റെ കൂടെ ലൈഫ് ലോങ് കാണും. അതുകൊണ്ട് നമുക്ക് ഇത് പതുക്കെ ചെയ്താൽ മതി. ഓരോന്നോരോന്നായി സമയമെടുത്ത് ചെയ്താൽ മതി. നിനക്ക് അതിന് ഓക്കെ അല്ലേ എന്ന് ജയ തിരക്കി. മിറ അതിനെല്ലാം സമ്മതിച്ചു. പിന്നീട് നമ്മൾ കാണുന്നത് വില്ലയിലുള്ള എല്ലാവരും ഡ്രിങ്ക്സ് അടിച്ചിരിക്കുന്നതാണ്. നമ്മുടെ കണ്ണാടി അങ്കിളുടെ വൈഫ് പ്രഗ്നന്റ് ആയി. ആ സന്തോഷ വാർത്ത കണ്ണാടി അങ്കിൾ എല്ലാവരോടുമായി പറഞ്ഞു. അവരെല്ലാവരും ഭയങ്കര ഹാപ്പിയായി. ഗ്രാൻഡ്മ കണ്ണാടി അങ്കിളുടെ വൈഫിനെ കെട്ടിപ്പിടിച്ചു. ആ സന്തോഷത്തിന് അവരെല്ലാവരും ഇരുന്ന് ഡ്രിങ്ക്സ് അടിച്ചു. ആ സമയത്ത് നമ്മുടെ കൊച്ചുപയ്യൻ അവരുടെ പുറയിൽ ഇരുന്ന് ഡ്രിങ്ക്സ് അടിക്കുന്നുണ്ടായിരുന്നു. കൊച്ചുപയ്യൻ ആകെപ്പാടെ വിഷമത്തിലാണ്. ഗ്രാൻഡ്മയും ഗ്രാൻഡ്മയുടെ ഹസ്ബൻഡും കൂടി കൊച്ചുപയ്യന്റെ അടുത്ത് വന്ന് സംസാരിച്ചു. സുന്ദരി ആന്റിക്ക് ഒരു ബോയ് ഫ്രണ്ട് ആയ കാര്യം ഞങ്ങൾക്കറിയാം. നീ നിന്റെ ഫീലിംഗ്സിനെ കൺട്രോൾ ചെയ്യണം. എപ്പോഴും ഇങ്ങനെ ഇരുന്ന് ഡ്രിങ്ക്സ് അടിക്കരുതെന്ന് ഗ്രാൻഡ്മയും ഗ്രാൻഡ്മയുടെ ഹസ്ബൻഡും പറഞ്ഞു. കൊച്ചുപയ്യൻ ആകെ വിഷമമായി. പിന്നീട് നമ്മൾ കാണുന്നത് കൊച്ചു പിള്ളേരുടെ ബേസ്ബോൾ വാനാണ്. അതിൽ നിന്ന് നമ്മുടെ ജിൻ ഇറങ്ങി. മിറയുടെ അമ്മ പറഞ്ഞതുപോലെ തന്നെ കോച്ചായി ജിൻ അവിടെ കയറി. പിന്നീട് നമ്മൾ കാണുന്നത് മിറയുടെ സഹോദരൻ ഒരു ഇന്റർവ്യൂവിൽ വന്നിരിക്കുന്നതാണ്. അവൻ ആകെപ്പാടെ ടെൻഷനായിട്ടാണ് ഇരിക്കുന്നത്. ആ സമയത്താണ് അവന് ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് അകത്തേക്ക് വിളിപ്പിച്ചത്. ഒരു ചോക്ലേറ്റ് ഒക്കെ കഴിച്ച് അവൻ നല്ല കോൺഫിഡൻസ് ആയി അകത്തേക്ക് പോയി. മിറയുടെ സഹോദരൻ അവൻ എന്താണോ വേണ്ടത് അത് ചെയ്യാൻ തീരുമാനിച്ചിരുന്നു. മിറയുടെ അമ്മ പുതിയ ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടി അപേക്ഷിച്ചു. പിന്നീട് നമ്മൾ കാണുന്നത് മിറയുടെ ഫാമിലി എല്ലായിരുന്നു ഫുഡ് കഴിക്കുന്നതാണ്. മാസത്തിൽ ഒരിക്കൽ എല്ലാവരും ഇരുന്ന് ഫുഡ് കഴിക്കുമെന്ന് നേരത്തെ എടുത്ത തീരുമാനമല്ലായിരുന്നോ? ആ ദിവസമായിരുന്നു ഇന്ന്. അവരെല്ലാവരും ഹാപ്പി ആയിട്ടിരുന്ന് സംസാരിച്ച് ഫുഡ് കഴിച്ചു. പുതിയ താമസക്കാരും എല്ലാം നമ്മുടെ വില്ലയിലുണ്ടോ? പുതിയൊരു കാർ കണ്ടല്ലോ എന്ന് മിറ തിരക്കി. ഓ, ആ കാറാണോ? അതെന്റെ പുതിയ കാറാണെന്ന് മിറയുടെ അമ്മ പറഞ്ഞു. പുതിയൊരു കാർ മേടിച്ചതിൽ അവരെല്ലാവരും സർപ്രൈസ്ഡ് ആയി. എനിക്കിപ്പോ ഒരുപാട് പണിയുണ്ട്. എല്ലായിടത്തും എനിക്ക് ടാക്സി വിളിച്ചു പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഒരു കാർ മേടിച്ചത്. എന്റെ സ്വന്തം പൈസക്കാണ് ഞാൻ ആ കാർ മേടിച്ചത് എന്ന് മിറയുടെ അമ്മ പറഞ്ഞു. എല്ലാവരും ഹാപ്പിയായി. കാർ മേടിച്ച സന്തോഷത്തിന് നമുക്ക് അടുത്ത മാസം ഒരു ട്രിപ്പ് പോയാലോ എന്ന് മിറയുടെ അമ്മ തിരക്കി. ശരി, നമുക്ക് ട്രിപ്പ് പോവാം. ട്രിപ്പിന് ആവശ്യമായിട്ടുള്ള റൂമെല്ലാം ഞാൻ ബുക്ക് ചെയ്തോളാം
എന്ന് ജിൻ പറഞ്ഞു. എന്നാൽ 2 റൂം ബുക്ക് ചെയ്താൽ മതി, ഞാൻ എന്റെ അമ്മയുടെ കൂടെ കിടന്നോളാമെന്ന് മിറ പറഞ്ഞു. അത് പറ്റില്ല, ഞാനും നിന്റെ അമ്മയുമാണ് ഒരുമിച്ച് കിടക്കുന്നതെന്ന് ജിൻ പറഞ്ഞു. അതൊക്കെ നിങ്ങളാണോ തീരുമാനിക്കുന്നതെന്ന് മിറ ചോദിച്ചു. ഞാൻ പറയുന്നത് പോലെ തന്നെ നടക്കുള്ളൂന്ന് ജിൻ പറഞ്ഞു. അതിന് ഞാൻ സമ്മതിക്കില്ല എന്ന് മിറ പറഞ്ഞു. അവർ രണ്ടുപേരും രൂക്ഷമായി കണ്ണിൽ തന്നെ നോക്കിയിരുന്നു. നിങ്ങൾ രണ്ടും ഒന്ന് നിർത്തുന്നുണ്ടോ? ഒരു കാര്യം ചെയ്, നിങ്ങൾ രണ്ടും ഒരു റൂം ഷെയർ ചെയ്, ഞാനും സഹോദരനും കൂടെ ഒരു റൂം ഷെയർ ചെയ്തോളാമെന്ന് മിറയുടെ അമ്മ പറഞ്ഞു. അങ്ങനെ എല്ലാരും കൂടെ അവസാനം അടിയായി. ആരുടെ കൂടെ കിടക്കണമെന്ന് പറഞ്ഞായിരുന്നു അവരുടെ ഇടയിലുള്ള അടി. പക്ഷെ എന്നിരുന്നാൽ പോലും അവരെല്ലാം ഇനി ഒരുമിച്ചായിരിക്കും. മിറയും മിറയുടെ അമ്മയും സഹോദരന്റെയും കൂടെ ഇനി ജിന്നും കാണും. ഇനി അവരെല്ലാവരും ഒരു ഫാമിലി ആയിരിക്കും. സന്തോഷവും സങ്കടവും എല്ലാം നിറഞ്ഞൊരു ഫാമിലി. അങ്ങനെ ഒരു ഹാപ്പി എൻഡിങ് കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ സീരീസ് അവസാനിക്കുന്നത്. തുടക്കം മുതൽ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദി. തുടർന്നും ഈ സപ്പോർട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ദിവസം തന്നെ നമ്മൾ പുതിയൊരു ഡ്രാമയുമായി എത്തുന്നതാണ്. അടുത്തതായി ചെയ്യേണ്ട ഡ്രാമയിൽ എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റ വഴി നമ്മളെ അറിയിക്കാവുന്നതാണ്. ഇൻസ്റ്റ ID കമന്റ് ബോക്സിലോ ഡിസ്ക്രിപ്ഷനിലോ കൊടുക്കുന്നതാണ്. സജഷൻസ് എല്ലാം അതിൽ പറയാം. അപ്പോൾ ഈ എപ്പിസോഡ് ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് കൂടെ കൂട്ടുമല്ലോ അല്ലേ? അതുവരേക്കും ബൈ ബൈ ഫ്രം മൂവി ടോക്കീസ്.